ഞാനൊരു പുതിയ വീഡിയോ ആരംഭിക്കുകയാണ്. ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. ചാനലിൻ്റെ പേര് 1001 നമ്പേഴ്സ് ഫോർ GK എന്നാണ്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ. ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്തൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നീ കാര്യങ്ങളാണ് ഞാൻ ആദ്യമായി നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1988 ഞാൻ ഹൈസ്കൂൾ അധ്യാപകനായി ജോയിൻ ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിലെ വെസ്റ്റേരി പഞ്ചായത്തിലെ വരക്കാട് എന്ന സ്ഥലത്തുള്ള സ്കൂളിലാണ്, വരക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഞാൻ പഠിച്ച സ്കൂളാണ്, എൻ്റെ ഒരു മാതൃവിദ്യാലയമാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥാപനമാണ് ഞാൻ ജോലി ചെയ്ത, ഞാൻ പഠിച്ച എൻ്റെ സ്കൂൾ. 2010 സ്കൂൾ ഹയർ സെക്കൻഡറി ഉയർത്തപ്പെട്ടപ്പോൾ ഞാൻ ഹയർ സെക്കൻഡറിയിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപകനായി മാറി. പിന്നെ 2014 ഞാൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ആയി മാറി. 2020 ഞാൻ റിട്ടയർമെൻറ്റ് ചെയ്യുകയും ചെയ്തു. റിട്ടയർമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കുമ്പോഴായാലും നമ്മൾ പഠിപ്പിക്കുമ്പോഴായാലും ഓരോ വിഷയങ്ങൾ, നമ്മൾ പൊളിറ്റിക്കൽ സയൻസാണ് എൻ്റെ വിഷയം. നിങ്ങൾക്കറിയാം, +1 +2 എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ഒരു പഠനമാണ് കൂടുതലും. ആ കാലഘട്ടത്തിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അധികം ഒന്ന് റെഫർ ചെയ്യാനോ, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ റെഫർ ചെയ്യും, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷേ പ്രധാനമായും നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത് എക്സാമിനേഷൻ എന്ന ഒരു വലിയ കാര്യമാണ്. അപ്പോൾ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ആ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് മാത്രമാണ് നമ്മൾ സാധാരണ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി റെഫർ ചെയ്യും, അതൊക്കെ പറഞ്ഞു കൊടുക്കും. അത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു, റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം കുറേ കാര്യങ്ങളൊക്കെ ആഴത്തിൽ വായിക്കണം, അല്ലെങ്കിൽ വായിക്കാൻ, പഠിക്കാൻ ഒക്കെ സമയം കണ്ടെത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ മനസ്സിലുണ്ടായ പ്രധാനമായും 4 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക. പിന്നെ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പഠിക്കുക, ഇന്ത്യയുടെ ചരിത്രം അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അത് പഠിക്കുമ്പോൾ സ്വാഭാവികമായി ലോക ചരിത്രമായൊക്കെ ബന്ധപ്പെടുത്തി പഠിക്കണമല്ലോ. അതുപോലെ കേരള ചരിത്രത്തെക്കുറിച്ച് പഠിക്കുക. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മാതൃഭാഷയായ മലയാളത്തിൻ്റെ വികാസത്തെക്കുറിച്ചൊക്കെ പഠിക്കുക. ഇതൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലെ ഉദ്ദേശം. അപ്പോൾ എന്തായാലും ഞാനിവിടെ ആദ്യമായി പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ്. പിന്നീട് ഇന്ത്യ ചരിത്രം, അതുപോലെ കേരള ചരിത്രം, പിന്നെ മലയാള ഭാഷകളെക്കുറിച്ചൊക്കെ പിന്നെ അടുത്തടുത്ത് വരുന്ന വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ ഈ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന 2 ഉദ്ദേശമാണുള്ളത്. ഒന്നാമത്തെ ഉദ്ദേശം, സാധാരണക്കാരായ നമ്മളെല്ലാവരും, ഇന്ത്യക്കാരായ നമ്മളെല്ലാവരും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. സാധാരണ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പഠിക്കുന്നത് ലോയേഴ്സ്, ലോ സ്റ്റുഡൻസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഇവരൊക്കെയാണ് സാധാരണ. അവർക്കൊക്കെ അത് പഠിച്ചേ മതിയാവും. അതുകൊണ്ട് അവരതൊക്കെ നിർബന്ധമായും വായിക്കും, പഠിക്കും, മനസ്സിലാക്കും. അപ്പോൾ സാധാരണക്കാരായി നാം എന്തിനാണ് ഇന്ത്യൻ ഭരണഘടന പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവുണ്ട്. കാര്യം, ഇന്ത്യൻ ഭരണഘടന തന്നെ പറയുന്നുണ്ട്, ആരാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത്, ആരാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. നമ്മളാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. നമുക്ക് വേണ്ട നിയമങ്ങൾ നമ്മൾ തന്നെയാണ് തയ്യാറാക്കിയത്. ഇപ്പോൾ അമേരിക്കൻ ഭരണഘടന വളരെ ചെറിയ ഭരണഘടനയാണ്. ലോകത്തിൽ ആദ്യം ഉണ്ടായ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ്. അമേരിക്കൻ ഭരണഘടനയിലും പറയുന്നുണ്ട്, തുടക്കം ഇങ്ങനെയാണ്, പ്രിയാമ്പിളിൽ ആമുഖത്തിൽ പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭരണഘടനയും തുടങ്ങുന്നത്. നമ്മളാണ്, നമുക്കാണ് പ്രാധാന്യം. നമ്മളാണ് ഭരണഘടന തയ്യാറാക്കുന്നത്. സാങ്കേതികമായി പറഞ്ഞാൽ ഭരണഘടന തയ്യാറാക്കി നമുക്കറിയാം, ഭരണഘടന നിർമ്മാണ സഭയാണെങ്കിലും നമ്മളാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നത്. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, നമ്മൾക്ക് വേണ്ട റൂൾസ്, നമുക്ക് വേണ്ട ലോസ് നമ്മൾ തന്നെ നിർമ്മിച്ചു. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ ഭരണകൂടം എന്ത് ചെയ്യണം, നമ്മുടെ ഭരണകൂടം എന്ത് ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ. അതുകൊണ്ട് നമ്മൾ അറിയണം എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ. അതുപോലെ ഈ ഭരണഘടനയുടെ വിശാലമായ ചിറകിനടിയിൽ നമ്മളെല്ലാവരും സുരക്ഷിതരാണ്. ഇന്ത്യക്കാരായ നമ്മളെല്ലാവരും ജാതി, മത, വർഗ, ഭാഷാഭേദമന്യേ ആചാരാനുഷ്ഠാനം എന്തായിരുന്നാലും, അഭിരുചി എന്തായിരുന്നാലും, വിശ്വാസം എന്തായിരുന്നാലും, കാലാവസ്ഥ എന്തായിരുന്നാലും, ഭൂപ്രകൃതി എന്തായിരുന്നാലും, ഏതൊക്കെ തരത്തിലുള്ള വൈവിധ്യങ്ങൾ ഉണ്ടായിരുന്നാലും, നമ്മൾ സാധാരണ പറയാറുണ്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വമുള്ള രാജ്യമാണ് ഇന്ത്യ. എവിടെ നോക്കിയാലും ഡൈവേഴ്സിറ്റിയാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ നമുക്കറിയാം, നമ്മൾ പറയാറുണ്ട് സപ്തഭാഷ സംഗമഭൂമി എന്നാണ് നമ്മൾ കാസർഗോഡ് ജില്ലയെ വിളിക്കുന്നത്. 7 ഭാഷകളോളം സംസാരിക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ തന്നെ. അതുപോലെ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ, ഒരുപാട് ആചാരങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ. പക്ഷേ ഒരു വിവേചനവും ഇല്ലാതെ, യാതൊരു പ്രത്യേക പരിഗണനയും കൂടാതെ എല്ലാവരെയും ഈക്വലായി, തുല്യമായി പരിഗണിക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. ഏതെങ്കിലും മതത്തിന് പ്രത്യേക പരിഗണനയില്ല,
ഏതെങ്കിലും മതത്തിനോട് പ്രത്യേക വിവേചനമില്ല. ഇങ്ങനെ ശക്തമായൊരു ഭരണഘടനയുണ്ട് നമ്മുടെ രാജ്യത്തിന്. ഈ ശക്തമായ ഭരണഘടനയുള്ള രാജ്യത്ത് ഈ ഭരണഘടനയിൽ അധിഷ്ഠിതമായ ശക്തമായ ഗവൺമെൻറ് ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇന്നീ കാണുന്ന നേട്ടങ്ങളെല്ലാം കൈവരിച്ചത്. ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ രാജ്യം കൈവരിച്ചിട്ടുണ്ട്. ഏതൊരു വികസിത രാജ്യത്തോടും കിടപിടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തിയിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്തും അതുപോലെ വാർത്താവിനിമയ രംഗത്തും ബഹിരാകാശ രംഗത്തും IT രംഗത്തും കാർഷിക രംഗത്തും വാണിജ്യ രംഗത്തും വ്യവസായ രംഗത്തും സമസ്ത മേഖലകളിലും ഭയങ്കരമായ പുരോഗതി നേടിക്കൊണ്ടാണ് ഇന്ത്യ മുമ്പിലോട്ട് പോകുന്നത്. നമുക്കറിയാം. ഇതിന് കാരണം ഇത് നമ്മൾ നന്ദി പറയേണ്ടത് നമ്മുടെ ഭരണഘടനയോടാണ്. നമ്മളെ ഒന്നിപ്പിച്ച് നിർത്തുന്നത് ഒരു ചരടിൽ കോർത്ത മുത്തുമണികൾ പോലെ ഏകോദര സഹോദരന്മാരെ പോലെ നമ്മെല്ലാവരെയും മുമ്പിലോട്ട് നയിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ്. പിന്നെ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് സാധാരണ പറയാറുണ്ട്, ഇറ്റ് ഈസ് ദ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു പ്രിയാമ്പിൾ ഉണ്ട്, കുറേ പാർട്സ് ഉണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്, ഷെഡ്യൂൾസ് ഉണ്ട്, അപ്പൻഡിക്സ് ഉണ്ട്. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് വളരെ ചെറുതും എന്നാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ആമുഖം. നമുക്കറിയാം ഏതൊരു ബുക്കിനും ഒരു ആമുഖം ഉണ്ടാവുമല്ലോ, ഒരു പ്രിയാമ്പിൾ ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു പ്രിയാമ്പിൾ ഉണ്ട്. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ഭരണഘടന നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ പ്രിയാമ്പിളിൽ പറയുന്നത്, ആമുഖത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണെങ്കിലും ആമുഖത്തിൻ്റെ ശില്പിയായി നമ്മൾ കണക്കാക്കുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. എന്തൊക്കെയാണ് നമ്മുടെ അടിസ്ഥാന തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ്, എന്തൊക്കെയാണ് നമ്മുടെ ഫിലോസഫിക്കൽ പ്രിൻസിപ്പിൾസ്, എന്തൊക്കെയാണ് നമ്മുടെ മോറൽ പ്രിൻസിപ്പിൾസ്, ഇതെല്ലാം അതായത് നമ്മുടെ ഭരണഘടനയുടെ മൊത്തം ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒക്കെ സാരാംശം, അതിൻ്റെയൊക്കെ ഒരു സാരാംശം അടങ്ങുന്ന സംഗ്രഹിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു 2-12 പാരഗ്രാഫ് മാത്രമുള്ള ഒരു ഭാഗമാണ് ആമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ആമുഖം എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ എന്താണ് ആമുഖം? ആമുഖത്തിൽ പ്രത്യേകമായി പറയുന്നുണ്ട്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ആരാണ് ഇന്ത്യൻ ഭരണം നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ നമ്മളാണ് ഇന്ത്യൻ ഭരണം നിർമ്മിച്ചത്. അപ്പം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഭരണ ആമുഖം വളരെ പ്രസിദ്ധമാണ്. ഇന്ത്യൻ ഭരണ ആമുഖത്തിൽ പറയുന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യൽ സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു എൻഷുർ ഓൾ ഇറ്റ്സ് സിറ്റിസൺസ് ലിബർട്ടി, ഈക്വാലിറ്റി, ജസ്റ്റിസ് ആൻഡ് ഫ്രട്ടേണിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, പരമാധികാര, ജനാധിപത്യ, സ്ഥിതി സമത്വ, മതേതരത്വ റിപ്പബ്ലിക്കാണ് ഇന്ത്യ. ഈ ഓരോ വാക്കും 5 വാക്കാണ്. ഈ 5 വാക്കും വളരെ പ്രധാനപ്പെട്ടവയാണ്. അവയ്ക്ക് തന്നെ ഒരുപാട് വിശദീകരണം ആവശ്യമുള്ള 5 വാക്കുകളാണ്. അതുപോലെ എൻഷുവേഴ്സ് ഓൾ ഇറ്റ്സ് സിറ്റിസൺസ്, പൗരന്മാർക്ക് എല്ലാവർക്കും ഉറപ്പ് വരുത്തുന്നു ജസ്റ്റിസ്, ഇക്കണോമിക് ജസ്റ്റിസും പൊളിറ്റിക്കൽ ജസ്റ്റിസും സോഷ്യൽ ജസ്റ്റിസും, എല്ലാ തരത്തിലുള്ള നീതിയും ഉറപ്പ് വരുന്നു. അതുപോലെ തന്നെ ഈക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, അവസര സമത്വം എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ പിന്നെ പറയുന്നു ലിബർട്ടി ഓഫ് തോട്ട്, ലിബർട്ടി ഓഫ് വർഷിപ്പ്, ലിബർട്ടി ഓഫ് ഫെയ്ത്ത്, ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ. ഇങ്ങനെയുള്ള നിരവധിയായ സ്വാതന്ത്ര്യം അനുവദിച്ചു തരുന്ന ഒരു ഭരണഘടനയാണ്. അതുകൊണ്ടാണ് ലിബർട്ടി എന്ന് പറയുന്നത്. ആൻഡ് പ്രൊമോട്ട് എമംഗ് ദം ഫ്രട്ടേണിറ്റി, എൻഷുറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ. രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കുഴപ്പമില്ലാതെ മനുഷ്യൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചിന്ത, എ ഫീലിങ്സ് ഓഫ് ബ്രദർഹുഡ്. നമ്മൾ പറയും ഫ്രട്ടേണിറ്റി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നില്ലേ. എല്ലാവരും നമ്മെപ്പോലെ തുല്യരാണ്, നമ്മുടെ സഹോദരന്മാരാണെന്ന് പറയും. ഈ രീതിയിലാണ് ഭരണഘടന പ്രിയാമ്പിളിൽ പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ വളരെ പ്രസിദ്ധമാണ്. നമുക്കറിയാം 1950 ജനുവരി മാസം 26-നാണ് നമ്മുടെ ഭരണഘടന പൂർണ്ണമായ അർത്ഥത്തിൽ പ്രാബല്യത്തിൽ വരുന്നത്. നമ്മുടെ റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് ജനുവരി 26-ആണ്. അന്നാണ് നമ്മുടെ രാഷ്ട്രതലവനായ പ്രസിഡന്റ് ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ് അധികാരം ഏറ്റെടുക്കുന്നത്. തുടർച്ചയായി 2 പ്രാവശ്യം പ്രസിഡൻ്റായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് നമുക്കറിയാം. അപ്പോൾ 1950 ജനുവരി 26-ന് മുമ്പ് എങ്ങനെയാണ് നമ്മുടെ ഭരണഘടന രൂപം കൊണ്ടതെന്ന് നമുക്കറിയാം. ഭരണഘടനാ നിർമ്മാണ സഭയാണ് രൂപം കൊടുത്തതെങ്കിലും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം 1600-ാം ആണ്ട് മുതൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ കാലുകുത്തിയ നിമിഷം മുതൽ ബ്രിട്ടീഷ് പാർലമെൻറ്റും ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ഒക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്ന നിരവധിയായ നിയമങ്ങൾ, കമ്പനി റൂൾസ് എന്നും ക്രൗൺ റൂൾസ് എന്നറിയപ്പെടുന്ന ഒരുപാട് നിയമങ്ങൾ, അവസാനം 1947 ഇൻഡിപെൻഡൻസ് ആക്ട് വരെയുള്ള കാര്യങ്ങൾ, നമുക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിലൊക്കെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഭരണഘടനയെ സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ 1600 മുതൽ 1950 വരെയുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായി ചർച്ച ചെയ്യണം.
എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പഠനം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റൂ. അതുപോലെ നമുക്കറിയാം 1950 ജനുവരി 26 ശേഷം നമ്മൾ ജീവിക്കുന്ന 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വന്നിട്ടുണ്ട്. കാലോചിതമായി കാലാനുസൃതമായി ഇന്ത്യൻ ഭരണഘടന മാറ്റാം എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. അതനുസരിച്ച് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? 106 മാറ്റങ്ങളാണ്, അമെൻമെൻറ്റാണ്, ഭേദഗതികൾ എന്നാണ് നമ്മൾ തന്നെ പറയുന്നത്. 106 ഭേദഗതികളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഓരോ ഭേദഗതിയുടെ ഉദ്ദേശം? അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ഓരോ ഭേദഗതി എടുത്ത് പരിശോധിച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ 1600 കാലഘട്ടം മുതൽ നമ്മളിന്ന് ജീവിക്കുന്ന 2025 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട സൂക്ഷ്മമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണം ഈ ക്ലാസ്സുകൾ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഒരു ലക്ഷ്യം. അപ്പോൾ സാധാരണക്കാരായ നമ്മളെല്ലാവരും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം അറിയണം. ഒരു അവബോധം ഉണ്ടായിരിക്കണം ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച്. കാരണം നമ്മുടെ ജനനം മുതൽ അവസാന ശ്വാസം വരെ നമ്മെ നിയന്ത്രിക്കുന്നത്, നമ്മളൊക്കെ വിധേയപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കാണ്. ഇന്ത്യൻ ഭരണഘടന പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ നമുക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റൂ എന്നുള്ളൊരു കാര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് സാമാന്യമായ അറിവ്, ഒരവബോധം ഈ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അതാണ് ഒരു ഉദ്ദേശം. സാധാരണക്കാരായ നമ്മളെല്ലാവരും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ, നമ്മുടെ യുവതലമുറ, യങ് ജനറേഷൻ, അവരൊക്കെ ഒരുപാട് പരിശ്രമശാലികളാണ്, അവരൊരുപാട് കഠിനാധ്വാനികളാണ്. അവർ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ്, UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ്, മറ്റ് കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ്. അവർക്ക് ഒരുപാട് റിട്ടേൺ പരീക്ഷകളുണ്ട്, അവർക്ക് ഒരുപാട് പേഴ്സണൽ ഇൻ്റർവ്യൂസ് ഉണ്ട്. അവിടെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഈ ഭരണഘടനാ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്, ഇന്ത്യ ചരിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്, കേരള ചരിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്, മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ UPSC PSC ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഒന്നുപോലും വിട്ടുപോകാതെ ഡിസ്കസ് ചെയ്തുകൊണ്ട് അത് നമ്മുടെ പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഈ വീഡിയോയ്ക്ക് ഉണ്ട്. ഒരു രണ്ട് തരത്തിൽ ലക്ഷ്യമാണ്. ഒന്ന് സാധാരണക്കാരായ ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങൾ പറയുക. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ യുവതലമുറയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് നൽകിക്കൊണ്ട് അവരെ ശക്തരാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ലക്ഷ്യം. അപ്പം ഇത് പറയുമ്പോൾ നമ്മുടെ ഭരണഘടന തന്നെ യുവതലമുറയോട് പറയുന്നത്, കുട്ടികളോട് മാത്രമല്ല മുതിർന്നവരോട് പറയുന്നത്, നമുക്കറിയാം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നൊരു ഭാഗം ഇന്ത്യൻ ഭരണഘടന കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് പാർട്ട് 4A 51A എന്ന ആർട്ടിക്കിളിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് 11 എണ്ണമാണ്. അത് 11 എണ്ണം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് നമുക്കറിയാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ്. പാർട്ട് 3ൽ പറയുന്നത് മൗലിക അവകാശങ്ങളാണ്. എന്തൊക്കെയാണ് മൗലികാവകാശങ്ങൾ എന്ന് നമുക്കറിയാം. 6 മൗലികാവകാശങ്ങളെക്കുറിച്ച് വളരെ ക്ലിയറായി ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട്. ഏതൊരു പൗരൻ്റെയും അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന അവകാശങ്ങളാണ് ഈ മൗലികാവകാശങ്ങൾ. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. ഈ അവകാശങ്ങൾ മാത്രം പോരാ, മൗലിക കടമകളും ആവശ്യമാണ്. അവകാശങ്ങളും കടമകളും ഒരേ നാണയത്തിന് 2 വശങ്ങളാണെന്ന് നമുക്കറിയാം. നമ്മളെപ്പോഴും അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവും, പലപ്പോഴും നമ്മുടെ കടമകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഭരണഘടന പറയുന്നു, നമുക്ക് നമ്മുടെ സമൂഹത്തിനോടും നമ്മുടെ രാഷ്ട്രത്തിനോടും നമ്മുടെ പ്രകൃതിയോടും നമ്മുടെ സഹജീവികളോടൊക്കെ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. ഓരോന്നായി നമ്മൾ പരിശോധിക്കും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഒറ്റ ഒരു ഡ്യൂട്ടീസിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. 10ാമത്തെ ഡ്യൂട്ടിയിൽ പറയുന്നത്, കുട്ടികളോടാണ് പ്രധാനമായും പറയുന്ന പോലെയാണ് നമുക്ക് തോന്നുക, ടു സ്ട്രൈവ് ടുവേഴ്സ് എക്സലൻസ്. നിങ്ങൾ എക്സലൻസിലേക്ക് കുതിക്കുക എന്നാണ്. എക്സലൻസിലേക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് നിങ്ങൾ കുതിക്കുക. ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ്ലി, നിങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും ശക്തമായി മുമ്പിലോട്ട് ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചാൽ സോ ദാറ്റ് ദ നേഷൻ കോൺസ്റ്റൻ്റ്ലി റൈസസ് ഹൈ ലെവൽ ഓഫ് എൻഡിയവർ ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. അങ്ങനെ കൂട്ടായും ഒറ്റയ്ക്കും കൂട്ടായും ഓരോ വ്യക്തിയും ശ്രമിച്ചാൽ അവൻ വളരെ ഉയരത്തിലെത്തും, നമ്മുടെ സമൂഹം ഉയരത്തിലെത്തും. അതുപോലെ നമ്മുടെ രാഷ്ട്രം നിരന്തരമായി ഉയരുകയും വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും എന്നാണ് നമ്മുടെ ഭരണഘടന നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായി നമുക്ക് തോന്നുന്നു. ഓരോരുത്തരും അവരുടെ എല്ലാവർക്കും കഴിവുണ്ട്, അത് മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് മുന്നേറുക എന്നാണ് പറയുന്നത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഭാഗം ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. സർദാർ സ്വരൺ സിംഗ് അധ്യക്ഷനായ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം. അങ്ങനെയാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇത് ചേർത്തിട്ടുള്ളത്.
സർദാർ സരവൺ സിംഗിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹമാണ് ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ കാലം കേന്ദ്ര ഗവൺമെൻറ്റിലെ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഡിഫൻസ് പോലെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്ത കേന്ദ്രമന്ത്രി. 1952 മുതൽ തുടർച്ചയായി 1975 വരെ കേന്ദ്രമന്ത്രിയായിരുന്ന വ്യക്തിയാണ് സർദാർ സരവൺ സിംഗ്. നെഹ്റുവിൻ്റെ മന്ത്രിസഭയിലും ശാസ്ത്രിയുടെ മന്ത്രിസഭയിലും ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിലും അദ്ദേഹം അംഗമായിരുന്നു. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമുക്കറിയാം. അത് ഇനി ഇതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെപ്പോഴും APJ അബ്ദുൽ കലാമിനെ കോട്ട് ചെയ്യാറുണ്ട്. ഒരുപാട് കോട്ട്സ് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം ഇവിടെ കോട്ട് ചെയ്യുകയാണ്. അത് പ്രത്യേകിച്ച് പരിശ്രമശാലികളായ അധ്വാനശീലരായ നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടി പറയുന്നതാണ്. അദ്ദേഹം പറയുന്നു, ഡ്രീം 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 ഡ്രീംസ് ട്രാൻസ്ഫോംസ് ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട്സ് ഇൻ ആക്ഷൻ. നിങ്ങൾ സ്വപ്നങ്ങൾ കാണണം, വീണ്ടും വീണ്ടും സ്വപ്നങ്ങൾ കാണണം, ഉയർന്ന സ്വപ്നങ്ങൾ കാണണം. ഈ സ്വപ്നങ്ങളാണ് പിന്നീട് നിങ്ങളുടെ ചിന്തകളായി മാറുന്നത്, ചിന്തകളാണ് പിന്നെ നിങ്ങളുടെ പ്രവൃത്തിയായി മാറുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കോഴ്സാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സാണ്, ഇഫ് യു വാണ്ട്സ് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് യു ബേൺ ലൈക്ക് എ സൺ. നിങ്ങൾക്ക് സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ, നിങ്ങൾക്ക് മിന്നുന്ന വിജയങ്ങൾ നേടണമെങ്കിൽ, അതാണ് അർത്ഥം. നിങ്ങൾക്ക് സൂര്യനെ പോലെ ഷൈൻ ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സൂര്യനെ പോലെ തിളച്ചു മറിയണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. കഠിനമായ പ്രയത്നത്തിലൂടെ മാത്രമേ മിന്നുന്ന വിജയങ്ങൾ നേടാൻ കഴിയൂവെന്ന് ഓർമ്മിപ്പിക്കുകയാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹം പറയുന്ന ഒരു കൂട്ടുകൂടി മാത്രം ഞാനിവിടെ നിങ്ങൾക്കായി പറയാം. അദ്ദേഹം പറയുന്നു, ഓൾ ഓഫ് us do not have equal talents, but we are getting equal opportunity to develop our talents. നമുക്കെല്ലാവർക്കും ഉള്ളത് തുല്യമായ കഴിവ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് ഈ കഴിവുകൾ വികസിപ്പിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഇവിടെ തുല്യമാണ്. അപ്പോൾ എല്ലാവർക്കും തുല്യമായ സാഹചര്യം, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉറപ്പു നൽകുന്ന, എല്ലാവർക്കും ഈക്വാളിറ്റി, എല്ലാവരെയും സമന്മാരായി കാണുന്ന ഒരു ഭരണഘടനയിൽ ജീവിക്കുന്ന, ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് ഏതൊരു വ്യക്തിക്കും, ഏത് മതത്തിൽ, ഏത് ജാതിയിൽ, ഏത് പ്രദേശത്ത് ജനിച്ചാലും അവർക്ക് എത്രമാത്രം ഉയരത്തിലെത്തണമെന്ന് ആഗ്രഹമുണ്ടോ അത്രമാത്രം ഉയരത്തിലെത്തുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ നമ്മുടെ ഭരണകൂടം, നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞത് ഒരു ഇൻട്രഡക്ടറി എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇതിൻ്റെ 1600 മുതൽ നമ്മളിന്ന് ജീവിക്കുന്ന 2025 വരെയുള്ള കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന ഇന്നത്തെ രൂപത്തിലായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ ഈ വീഡിയോയിലൂടെ ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഭരണഘടനാ ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ഇന്ത്യ ചരിത്രം, അതുപോലെ കേരള ചരിത്രം, അങ്ങനെ ഓരോന്നായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ എനിക്കറിയാം കൃത്യമായ അഭിപ്രായങ്ങളുണ്ടാവും, നിർദ്ദേശങ്ങളുണ്ടാവും. തീർച്ചയായും അതെല്ലാം കമൻസ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ നിങ്ങൾക്ക് നമ്മുടെ ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഇന്ന് ലെങ്തിയായി പോയി വീഡിയോ എന്നറിയാം. വരും ദിവസങ്ങളിൽ വളരെ ചെറിയ ടോപ്പിക്കുകളായി നമ്മൾ ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ.